ഹമാസിന്റെ ഭീകരതയെ ഭൂപരപ്പിൽ നിന്ന് തുടച്ചുമാറ്റാതെ പടക്കളത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നുറപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. ഹമാസ് ഭീകരന്മാർ പതിയിരിക്കുന്ന ഗാസയിലെ തുരങ്കങ്ങളിലാക്കി ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുമ്പോഴെല്ലാം പാലസ്തീൻ സിവിലിയന്മാർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പലപ്പോഴും പാലസ്തീനിലെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും കൊല്ലപ്പെടുന്നത് അവരെ മനുഷ്യ കവചമാക്കി വെച്ചുകൊണ്ട് ഹമാസ് ആക്രമണങ്ങൾക്ക് കളമൊരുക്കുന്ന ഘട്ടങ്ങളിലാണ്. പലതരം അരക്ഷിതാവസ്ഥകളിലൂടെ ഇസ്രായേലിന്റെ സഹായം പറ്റി അരിഷ്ടിച്ചും ക്ലേശിച്ചും മുന്നോട്ടു പോകുന്ന പാലസ്തീനിലെ പാവങ്ങളെ ഇത്തരത്തിൽ കൊലയ്ക്കു കൊടുക്കുകയും അതിന്റെ പേരിൽ ദീനവിലാപം ഉയർത്തുകയും ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ സമൂഹ മാധ്യമങ്ങളിലെ സംഘബലം കൊണ്ട് അത് മാറ്റൊലി കൊള്ളിച്ച് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കനത്ത സാമ്പത്തിക നേട്ടം കൈയാളുകയും ഒപ്പം ഇസ്രായേലിനെ രാജ്യാന്തര സമിതികളുടെ മുമ്പിൽ പ്രതിയാക്കി നിർത്തുകയും ചെയ്യുന്നത് ഇവിടെ തുടരുകയാണ്. ഇത്തരത്തിൽ ഹമാസിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വിഭാഗം വലിയ മാധ്യമങ്ങളെയും ചെറിയ മാധ്യമങ്ങളെയുമെല്ലാം കുത്തകയാക്കി ഇത്തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണപ്രചാരണങ്ങൾ കൊഴിപ്പിക്കുമ്പോൾ സോളിഡാരിറ്റിയും സ്റ്റുഡൻസ് ഇസ്ലാമിക ഓർഗനൈസേഷനും പോലെയുള്ള ഇവരുടെ പോഷക സംഘടനകളാണ് നാസിക് ഡോളും പ്ലാക്കാർഡുകളുമേന്തി തെരുവിൽ പ്രകടനങ്ങൾ സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും മതതീവ്ര ചിന്തയുള്ളവരെ തൃപ്തരാക്കുന്ന തരത്തിൽ ആത്മാർത്ഥമാണെന്ന് തോന്നാമെങ്കിലും അങ്ങേയറ്റം കാപട്യവും അവസരവാദപരവും അപഹാസ്യവുമായി തരംതാണു പോകുന്നത് തന്നെയാണ്. പാലസ്തീനിലെ വംശീയതയെ പിന്തുണയ്ക്കുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ടാറ്റ സ്റ്റുഡിയോയ്ക്കെതിരെ ഇവർ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധമാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ. ഇനിയും ഹമാസിന്റെ തടവറയിൽ 58 ഇസ്രായേൽ ബന്ദികൾ കൂടെ അവശേഷിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കെ അവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന കാര്യത്തിൽ ഒരുറപ്പും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഗാസ വിട്ട് പിന്തിരിയാനോ വെടിനിർത്തലിനെക്കുറിച്ച് ചിന്തിക്കാനോ ഇസ്രായേൽ സന്നദ്ധരാകുന്നില്ല എന്നത് പച്ച പരമാർത്ഥമാണ്. ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന സൈനിക നടപടികൾ അതിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. അതൊഴിവാക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ. അത് ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ റിലീസ് ചെയ്ത് വെടിനിർത്തൽ കരാറിലേക്ക് വരിക എന്നതു മാത്രമാണ്. യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഇസ്രായേൽ പറയുന്നതും അതുതന്നെയായിരുന്നുവെങ്കിലും അതവർ അംഗീകരിച്ചില്ല. ജമാഅത്തെ ഇസ്ലാമി പോലെ ആഗോള മതേതര ജനാധിപത്യവാദികളായി ചമഞ്ഞു നടക്കുന്നവർ അതവർക്കൊട്ട് പറഞ്ഞുകൊടുത്തതുമില്ല. എന്നിട്ടിപ്പോൾ ഇസ്രായേൽ ഗാസയിലെ എല്ലാ തുരങ്കപാളികളും പൊളിച്ച് ഭീകരവാദ തറവാടിന്റെ അസ്ഥിവാരവും തകർത്ത് അവിടെ മനുഷ്യവാസമുള്ള സ്ഥലമാക്കി മാറ്റുമെന്നും അതിനധികം സമയം വേണ്ടിവരില്ലെന്നും ബോധ്യമായപ്പോൾ വംശഹത്യ, കൂട്ടക്കുരുതി എന്നൊക്കെയുള്ള ചീറ്റിയ പ്രതിഷേധത്തിന്റെ എക്കോസിസ്റ്റവും ബഹിഷ്കരണ നിർദ്ദേശങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ്. വമ്പൻ വ്യവസായ സംരംഭമായിരുന്നെങ്കിലും അതിന് സമാന്തരമായ മാനുഷികതയും ചാരിറ്റി പ്രവർത്തനങ്ങളും ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ടാറ്റയ്ക്ക് ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കഴിഞ്ഞ മാസം അവസാനം മുതൽ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഫാഷൻ റീറ്റെയിൽ ഔട്ട്ലെറ്റായ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് ജമാഅത്ത് ഇസ്ലാമി ബന്ധമുള്ള ഇസ്ലാമിക സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങളാണ്. ടാറ്റ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനെന്ന ആവശ്യവും ഇവർ പ്രകടനത്തിൽ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഡൽഹി, പൂനെ, മുംബൈ, പട്ന, വിശാഖപട്ടണം, ചണ്ഡീഗഡ്, റോഹ്തക്, വിജയവാഡ, കാലിക്കറ്റ് തുടങ്ങിയ നഗരങ്ങളിലും സമാനമായ പ്രകടനങ്ങൾ നടന്നു. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കോഴിക്കോട് നടത്തിയ പ്രകടനം ഇന്ത്യൻ പീപ്പിൾ ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ ഏകോപിത ദേശീയ ക്യാമ്പയിന്റെ തുടർച്ചയായാണ് കോഴിക്കോടും നടത്തിയത്. പഹൽഗാമിൽ ഭീകരന്മാർ 26 ഇന്ത്യക്കാരുടെ ജീവനെടുത്തപ്പോഴോ തുർക്കിയുടെയും അസർബൈജാന്റെയും ചൈനയുടെയും ആശീർവാദത്തോടെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോഴോ അതിനെതിരെ കമ എന്നൊരക്ഷരം ഉരിയാടാത്തവരാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ വാളിലും ടാറ്റ സ്റ്റുഡിയോ സ്ഥാപനങ്ങളുടെ മുമ്പിലും പ്രതിഷേധമുയർത്തി തങ്ങളുടെ നയമെന്തെന്ന് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മതമെന്ന അജണ്ട മാത്രം മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് തങ്ങളുടേതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇവർ പലസ്തീനിലേക്ക് നോക്കി ഇസ്രായേലിനെതിരെ ബോയ്ക്കോട്ട് പ്രഖ്യാപിക്കുന്നത്. റഷ്യ ഉക്രൈനിലെ നിരപരാധികളെ കൊല്ലുമ്പോഴോ സൗദിയും യമനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴോ നൈജീരിയയിൽ ക്രൈസ്തവരെ കൂട്ടക്കുരുതി ചെയ്യുമ്പോഴും ഒന്നും ഇരകൾക്കു വേണ്ടി പ്രതിഷേധിക്കാതെയും ബോയ്ക്കോട്ട് പ്രഖ്യാപിക്കാതെയും ഇവർ നിഷ്ക്രിയരാകുന്നത് ഇക്കാരണം കൊണ്ട് മാത്രമാണ്. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ മുസ്ലിം അഭയാർത്ഥികളെ ഇന്തോനേഷ്യ തല്ലി ഓടിക്കുമ്പോഴോ ഉയ്ഗൂർ മുസ്ലിം ജനത ചൈനയിൽ വംശഹത്യ ചെയ്യപ്പെടുന്നതോ ഇവർ അറിയുന്നത് പോലുമില്ല എന്നത് കഷ്ടമല്ലേ? പാലസ്തീനിലെ സാധാരണക്കാർക്ക് ലഭിക്കാവുന്ന മെച്ചപ്പെട്ട ജീവിതം ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ടു പോകുന്ന ഹമാസിന്റെ ഭീകരതയെ ഇസ്രായേൽ തച്ചുടയ്ക്കുമ്പോൾ അത് വംശഹത്യ, കൂട്ടക്കുരുതി, പിന്നെ ഇസ്രായേൽ ബഹിഷ്കരണം അങ്ങേയറ്റം അപഹാസ്യം തന്നെ.